ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. സോ വി ആർ ബാക്ക് ടു ഫാം വർക്ക്സ്. സോ ഇവിടുത്തെ പരിപാടികൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ എന്തായാലും ഫാമിലേക്ക് പോട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈക്രോഗ്രീൻ ഹാർവെസ്റ്റിംഗ് ആണ്. കൂടെ നമ്മുടെ പക്ചോയി, റാഡിഷ്, പക്ചോയി, ഹോഴ്സ് ഗ്രാം, പിന്നെ അതേ ഗ്രീൻ ഗ്രാം എല്ലാവരും സെറ്റായി നിൽപ്പുണ്ട് ഗൈസ്. സോ ഇവരൊക്കെ ഹാർവെസ്റ്റ് ചെയ്യലാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് പരിപാടി. ഇവരൊക്കെ ശരിക്കും നമ്മൾ നാളെയാണ് ഹാർവെസ്റ്റ് ചെയ്യണതെന്ന് വെച്ചാൽ ചൊവ്വാഴ്ച. പക്ഷെ നാളെ നമുക്കൊരു പരിപാടി ഉള്ളത് കൊണ്ട് നമ്മൾ നാളെ ഹാർവെസ്റ്റ് ചെയ്ത് നടക്കൂല. സോ നമ്മൾ ഇന്നാണ് ഹാർവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ബുധനാഴ്ചത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. സോ എന്തായാലും ഹാർവെസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പക്ചോയിൻ്റെ ട്രേ എടുക്കാം ഗൈസ്. സോ ഇനി ടേബിളിൽ വെച്ച് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാം. സോ ഗൈസ്, ലെറ്റ്സ് ഹാർവെസ്റ്റ്. നമ്മളിങ്ങനെ പിടിക്കുക, ഇങ്ങനെ എടുക്കുക, കട്ട് ചെയ്യുക. സോ ഗൈസ്, നമ്മൾ അങ്ങനെ പക്ചോയ് മൈക്രോഗ്രീൻസ് ഹാർവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. സോ ഹാർവെസ്റ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ബോക്സിൽ സൈഡിൽ വെക്കാം. അങ്ങനെ നമുക്ക് പക്ചോയും റാഡിഷും ഹോഴ്സ് ഗ്രാമും ഗ്രീൻ ഗ്രാമൊക്കെ ഹാർവെസ്റ്റ് ചെയ്ത് എടുക്കാം ഗൈസ്. സോ നിങ്ങളുടെ അവിടെയൊക്കെ മഴ നിന്നോ എന്താ അവസ്ഥ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ നല്ല ചൂടാണ് ഗൈസ്, ഒരു രക്ഷയില്ല. ഇടയ്ക്കിടയ്ക്ക് ഫാൻ ഓണാവുന്ന രീതിയിലാണ്. സോ ഞാൻ വേർക്കണാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, നല്ല ചൂടുണ്ട് എന്നുള്ളത്. സീൻ ചൂടാണ് ഗൈസ്. മഴയുടെ ഒരു ലക്ഷണം പോലും കാണാത്ത രീതിയിൽ നല്ല ചൂടാണ്, സീനാണ്. നിങ്ങളുടെ അവിടെ എന്താ അവസ്ഥ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യും ഗൈസ്. പിന്നെ ഒരു സംഭവം പറയാൻ പറഞ്ഞു. ഇന്ന് നമ്മുടെ ഫാം കാണാൻ വേണ്ടി ഒറ്റപ്പാലത്തു നിന്നൊരു ചേട്ടനും ആ ചേട്ടൻ്റെ അച്ഛനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ചേട്ടൻ ഒരു മെഡിക്കൽ റെപ്പായിരുന്നു ബാംഗ്ലൂർ. പക്ഷേ പുള്ളിക്ക് ഇതുപോലത്തെ വെറൈറ്റി സാധനങ്ങൾ കൃഷി ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. സോ പുള്ളി കുറച്ച് നാളായിട്ട് ഇതിനെക്കുറിച്ച് സ്റ്റഡിയൊക്കെ ചെയ്ത് എങ്ങനെ ചെയ്യണമെന്നുള്ള രീതിയിലൊക്കെ പുള്ളി കണ്ടുപിടിച്ച്, പിന്നെ പുള്ളി ആമസോണിൽ ടവർ സെറ്റപ്പിലുള്ള നമ്മുടെ ഹൈഡ്രോപോണിക് ചാനലുകൾ ഇങ്ങനെ ടവർ സെറ്റപ്പായിട്ട് ഇങ്ങനെ വരുന്ന രീതിയിലുള്ള സാധനമൊക്കെ മേടിച്ച് സെറ്റ് ചെയ്തു. പക്ഷേ പുള്ളിക്ക് എന്ത് ചെയ്തിട്ട് റെഡി ആയില്ല. സോ അങ്ങനെയാണ് പുള്ളി നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത്. സോ അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് പുള്ളി ഫാം വന്ന് കണ്ടോട്ടെ, ഇങ്ങനെ സെറ്റപ്പ് എന്നൊക്കെ അറിയാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം അച്ഛനെ കാണിച്ചു കൊടുക്കണമായിരുന്നു പുള്ളിക്ക് ഇങ്ങനെയൊക്കെയാണ് ചെയ്ത് കഴിഞ്ഞാൽ. പുള്ളി ബിസിനസ് പരിപാടി തുടങ്ങാൻ വേണ്ടിയാണ്. കാരണം പുള്ളി മെഡിക്കൽ റെപ്പ് എന്നുള്ള ഒരു ഫീൽഡിൽ നിന്ന് പുള്ളി ജോലി റിസൈൻ ചെയ്ത് വന്നതാണ്. ഇങ്ങനെ ഇത് തുടങ്ങി സെറ്റാക്കുന്ന രീതിയിൽ. സോ അങ്ങനെ പുള്ളി വന്നിട്ടുണ്ടായി. പുള്ളിയുടെ അച്ഛനും കാര്യങ്ങളൊക്കെ അച്ഛൻ്റെ അവിടെ സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാനിത് പുറം രാജ്യങ്ങളിൽ മാത്രം ഈ ബ്രിട്ടീഷുകാരും അവരിവരൊക്കെ പുറത്തുള്ള വെള്ളക്കാർ കഴിക്കുന്ന മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ നമ്മുടെ നാട്ടിലും ഉണ്ടാവൂലേ? സോ ഇതിനിപ്പോൾ ഡിമാൻഡ് എങ്ങനെയായിരിക്കും അവസ്ഥ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു 5 കൊല്ലമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൽ പലരും കഴിച്ച് തുടങ്ങാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ എല്ലാവരും കുറച്ചുകൂടി ഹെൽത്ത് കോൺഷ്യസ് ഒക്കെയാണ്. സോ പോസിബിലിറ്റി ഉള്ള ഒരു ഫീൽഡാണ്. ബട്ട് ഇപ്പോഴത്തെ നിലയിൽ എത്രമാത്രം തുടങ്ങി അതിനെ വിജയിക്കുന്നുള്ളത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം നമുക്ക് കിട്ടുന്ന കസ്റ്റമർ അക്കൗണ്ട് വെച്ച് നോക്കുമ്പോൾ അത്ര അടിപൊളിയല്ല ശരിക്കും. സോ ഫ്യൂച്ചറിൽ പക്ഷേ ഇതൊരു വലിയ സംഭവമായി മാറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം പലരും ഹെൽത്ത് കോൺഷ്യസ് ആവുന്നുണ്ട്. ജിമ്മിൽ പോകുന്നവർ ആൾക്കാർ സാലഡ്സ് കഴിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെയാണ് നമ്മുടെ മൈക്രോഗ്രീൻസിന് വരെ എത്ര ഡിമാൻഡ് വന്നത്. നമ്മൾ പണ്ട് ഞാനൊക്കെ കൊറോണ സമയത്തും അതിന് മുമ്പൊക്കെ മൈക്രോഗ്രീൻസ് ചെയ്ത് തുടങ്ങിയതാണ്. പക്ഷെ അന്ന് ഞാൻ ചെയ്യുമ്പോൾ ഒന്നും ആർക്കും മൈക്രോഗ്രീൻസ് എന്താണെന്ന് അറിയില്ല. അതിൻ്റെ പ്രൂഫ് എൻ്റെ അടുത്ത് കിടപ്പുണ്ട്. നമ്മുടെ മറ്റേ കുക്കിംഗ് ചാനലിൽ സംഭവം നമ്മൾ മൈക്രോഗ്രീൻസ് ചെയ്യുന്നതും ചെയ്തതിന് ശേഷം വളർന്നതും അത് കട്ട് ചെയ്ത് നമ്മൾ അന്ന് കഴിച്ചതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ പ്രൂഫും സംഭവങ്ങളൊക്കെ നമ്മുടെ അടുത്തുണ്ട്. അപ്പം അങ്ങനെയായിരുന്നു നമ്മൾ അന്ന് ചെയ്യുന്നതിനിപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല, ആർക്കും ആ റീല് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. സോ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടാണ് ഇപ്പം നമ്മൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഗൈസ്. സോ അങ്ങനെ ഇവർ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. സോ അവർ തുടങ്ങാൻ വേണ്ടി നമ്മുടെ ഇതൊക്കെ ഒന്ന് നോക്കി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി കണ്ടുപോയിട്ടുണ്ട്. ഇതുപോലെ കുറേ പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നു ഗൈസ്. നമ്മൾ യൂട്യൂബ് വീഡിയോ കണ്ട് തന്നെ കുറേ പേര് കോണ്ടാക്ട് ചെയ്യുന്നു. കുറേ പേര് കമൻസിലൂടെ ചോദിക്കുന്നുണ്ട്, ഇത് ചെയ്താൽ പ്രോഫിറ്റബിൾ ആണോ, മൈക്രോഗ്രീൻസ് ചെയ്യണതിനെ കുറിച്ച് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൃഷിയിലേക്ക് പയ്യെ മാറുന്ന രീതിയിലേക്ക് നമ്മൾ കാണുന്നുണ്ട്. സോ എന്തായാലും എല്ലാം നല്ലതിന് ആകട്ടെ എന്ന് ആശംസിക്കുന്നു. സോ ഗൈസ്, എന്തായാലും ഞാൻ ബാക്കി ഹാർവെസ്റ്റ് ചെയ്ത് തീർക്കട്ടെ.
ഇതേ നമ്മൾ 4 വെറൈറ്റിയും ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോയി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അവിടെ എത്തിയിട്ട് ഏതൊക്കെ ഇങ്ങനെ എത്ര മാത്രം നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സോ ഗൈസ് ഇതേ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത റാഡിഷ് ഉണ്ട്, പക്ചോയ ഉണ്ട്, പിന്നെ ഇതേ ഇവിടെ നമ്മുടെ ഹോഴ്സ് ഗ്രാം ഇരിക്കുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്, പിന്നെ ഗ്രീൻ ഗ്രാമും ഇരിപ്പുണ്ട് ഗൈസ്. ഗൈസ് നമ്മൾ ഹാർവെസ്റ്റിന് ശേഷം നമ്മുടെ ട്രേ ക്ലീൻ ചെയ്തിട്ട് ഇതേ നമ്മൾ സീഡ്സ് ഇട്ടിരിക്കുകയാണ്. സോ പക്ചോയിൻ്റെ ഇട്ടുണ്ട്, റാഡിഷിൻ്റെ ഇട്ടുണ്ട്, ഹോഴ്സ് ഗ്രാം ഇട്ടുണ്ട്, പിന്നെ ഇത് നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഇതേ സൺഫ്ലവർ സീഡ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോ ബാക്കി നിൽക്കണ നമ്മുടെ ഹോഴ്സ് ഗ്രാം ഉണ്ട്, പക്ചോയ ഉണ്ട്, റാഡിഷ് ഉണ്ട്. സോ ഇതൊക്കെ നമുക്കിനി എറണാകുളത്തേക്ക് കൊടുത്തു വിടാം ഗൈസ്. സോ ഇതാണ് ഇന്നത്തെ മെയിൻ പണി ഗൈസ്. അപ്പോൾ ഇന്നത്തേക്കുള്ള പണികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. വേറെ നമുക്ക് മെയിൻ പരിപാടികളൊന്നും ഉണ്ടായില്ല. ന്യൂട്രിയൻസ് കൊടുക്കുക, ബാക്കി ചെടികളുടെ കാര്യങ്ങളൊക്കെ നോക്കുക, ഒന്ന് വാട്ടർ ചെയ്യുക, പിന്നെ നമ്മുടെ ഈ ട്രഫിലുള്ളവർക്കൊന്ന് വാട്ടറിങ് കൊടുക്കുക, പരിപാടികളൊക്കെ ആയിരുന്നു. സോ അതേ നമ്മുടെ കുക്കമ്പർ അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റപ്പായി വരുന്നുണ്ട് ഗൈസ്. കണ്ടോ ഗൈസ്, നല്ല വലിപ്പം വെച്ച് വരുന്നുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പൂവിട്ട് കാണിച്ചവരൊക്കെ അതേ വലുതായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, സെറ്റായി വരുന്നുണ്ട്. സോ എല്ലാവരും സെറ്റാവട്ടെ ഗൈസ്. ഡേ നമ്മുടെ ലെറ്റ്യൂസും ലീഫി വെറൈറ്റീസൊക്കെ അതേ സെറ്റായി നിൽക്കുന്നുണ്ട്. സോ അവരെയൊക്കെ നമുക്ക് ബുധനാഴ്ച വന്നിട്ട് ഹാർവെസ്റ്റ് ചെയ്യാം ഗൈസ്. ഗൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നാളെ ഒരു കിടിലൻ വ്ളോഗ് വരുന്നുണ്ട്, ഒരു പരിപാടി ഉണ്ട് ഗൈസ്. എന്ത് പരിപാടി എന്നുള്ളത് നാളെ കാണിച്ചു തരാം. സോ ഒരു അടിപൊളി പുതിയൊരു സംഭവം ഞാൻ ട്രൈ ചെയ്യാൻ പോവുകയാണ്. സോ എങ്ങനെയുണ്ടാവും എന്നുള്ളത് നാളത്തെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നാളെ അടിപൊളി വ്ളോഗ് വരുന്ന എല്ലാവർക്കും ബൈ.